ഞാനിന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ പാൻറ്റിന്, അതായത് ട്രൗസറിന്, ഫുൾ പാൻ്റ് ആകാം ഹാഫ് പാൻ്റ് ആകാം, അതിന് എങ്ങനെയാണ് നമ്മൾ സിപ്പ് വെക്കുന്നതെന്നാണ്. സിപ്പ് വെക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഫ്ലൈ ക്യാച്ചും വരുമ്പോൾ നമ്മളെവിടെ സിപ്പ് വെക്കുന്നത് എന്നുള്ള, എവിടെയാണ് ഇങ്ങനെ വെക്കുന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രണ്ട് പീസിൻ്റെ ഫ്രണ്ട് പീസിലാണ് നമ്മൾ സിപ്പ് വെക്കുന്നത്. ഫ്രണ്ട് പീസ് സിപ്പ് വെക്കുമ്പോൾ നല്ല വശങ്ങളെടുത്ത്, നമ്മൾ കട്ട് ചെയ്ത് നല്ല വശങ്ങളെടുത്ത് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കുക. നല്ല വശങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഒരു സൈഡിൽ നമുക്ക് രണ്ട് പീസാണ് വെക്കേണ്ടത്. അത് ഫോൾഡ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഒരു സൈഡിൽ ഒറ്റ പീസ്, അതായത് നമ്മളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കട്ട് ചെയ്ത് നല്ല വശങ്ങളാണ് നമ്മൾ പുറമേ കാണുന്നത്. അപ്പോൾ ആ പുറമേ കാണുന്ന വശത്ത് റൈറ്റ് സൈഡും ഉണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട്. ആ റൈറ്റ് സൈഡിൽ നമ്മൾ വെക്കേണ്ടത് ഒറ്റ പീസ്, ഒരു പീസ് കണ്ടോ. ലെഫ്റ്റ് സൈഡിൽ വെക്കേണ്ടത് ഡബിൾ പീസ്. അതങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താലും മതി. അത് നമ്മൾ എടുക്കേണ്ടത് റൈറ്റ് സൈഡിൽ എടുക്കേണ്ടത്, ആ പീസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6.5 ഇഞ്ചാണ്. 6.5. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 6.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. റൈറ്റ് സൈഡിൽ എടുക്കുന്ന പീസിൻ്റെ വീതി 1.5 ഇഞ്ച് വീതിയും 6.5 ഇഞ്ച് നീളവുമാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അതിനെ ഇത്തിരി കൂടുതൽ എടുക്കാം, പക്ഷെ താഴോട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തില്ല എന്നും പറഞ്ഞ് നമുക്ക് പ്രശ്നം വരില്ല കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ നേരെ വരുന്ന പീസ് കേട്ടോ, നേരെ വരുന്ന പീസ്, അത് ഓർമ്മ വേണം. അപ്പോൾ ഇപ്പം നമ്മൾ തയ്ക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ 6 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അതായത് ഈ പീസ്, നമ്മുടെ റൈറ്റ് സൈഡിലെ പീസ് നല്ല വശത്തിൽ നമ്മുടെ തുണി ചീത്ത വശം നല്ല വശം ചേർത്ത് വെച്ചു കേട്ടോ. ആ തുണിയിൽ വശം ചേർത്ത് വയ്ക്കുക. അതായത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന നല്ല വശമാണ് നിവർന്നിരിക്കുന്നത്, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ഈ പീസ് നേരെ, ഒറ്റ പീസ് നേരെ ഇങ്ങനെ വെക്കുക. അത് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് താഴെ വരെ 6 ഇഞ്ചിൽ അടിച്ചാൽ മതി. മുകളിലോട്ട് നിങ്ങൾ 1/2 ഇഞ്ച് അധികം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഇടണമെന്നില്ല, നമ്മളത് 6.5 എടുക്കുന്നു, അതുകൊണ്ട് 1/2 ഇഞ്ച് ഇടുന്നു. താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഞാൻ പക്ഷേ താഴേക്കിട്ടാണ് അടിച്ചേക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ അടിച്ചു കൊടുക്കുക. ഓക്കെ, എപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ പാൻറ്റിൻ്റെ റൈറ്റും ലെഫ്റ്റും അല്ല, നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രണ്ട് പീസ് കേട്ടോ. അതാണ് നമ്മൾ നല്ല വശമാണ് റൈറ്റും ലെഫ്റ്റും ആയിട്ട് പറയണത്. എന്നിട്ട് നമ്മളിത് ഇതിനെ എടുത്ത് കട്ട് ചെയ്തെടുത്ത് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അതിങ്ങനെ നന്നായിട്ട് ഈ നഖം കൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ തന്നെ വീണ്ടും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇത് പതിഞ്ഞ് നല്ല ഇതായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടെ ഓർമ്മ വേണം നിങ്ങൾക്ക് കേട്ടോ. പാൻറ്റ് ഇപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി അയൺ ചെയ്യും. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടത്, ഇത്ര അടിച്ചതിന് ശേഷം നമ്മൾ ഇതിന് സിപ്പ് വെക്കുക. പിന്നെ പാൻറ്റിൻ്റെ സിപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ചെറിയ ലെങ്ത് കുറഞ്ഞതാണ്, ഈ ടൈപ്പിൽ സിപ്പാണ്. അപ്പോൾ ഈ സിപ്പ് നമ്മൾ വെക്കേണ്ടത് വേണ്ട ആ തുണിയുടെ, അതായത് തുണി നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഇത് കമത്തി വെക്കണം. അതായത് നല്ല വശം ആ തുണിയോട് ചേർന്നിരിക്കണം, ചീത്ത വശമാണ് പുറത്ത് കാണുന്നത് കേട്ടോ. നല്ല വശം തുണിയോട് ചേർന്ന് ചീത്ത വശം പുറത്ത് കാണുക, അങ്ങനെയാണ് ഈ സിപ്പ് വെക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് പോയില്ലേ 6 ഇഞ്ചിൽ, അവിടെയാണ് അടിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ സിപ്പ് അടിക്കേണ്ടത് ഇപ്പുറത്തെ സൈഡ്, ഈ സൈഡ് കണ്ടോ, ഈ സൈഡിൽ അടിക്കുക, അപ്പുറത്തെ സൈഡിൽ അടിക്കരുത്. അതാണ് ഞാൻ ഈ കൈവച്ച് പിന്നെയും കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് അടിക്കേണ്ടത് ആ സൈഡിനാണ്, സ്റ്റിച്ചിനോട് ചേർന്നല്ല അടിക്കേണ്ടത്. ആ 6 നമ്മൾ അടിക്കേണ്ടത്. ഞാൻ 1/2 ഇഞ്ച് ഇറക്കി ഇട്ടുകൊണ്ടാണ് ആ തുണിയോടൊപ്പം വരാത്തത്, അല്ലെങ്കിൽ ആ ഒപ്പം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. ആ തുണിയോടൊപ്പം തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതായത് ഇപ്പുറത്തെ സ്റ്റിച്ചല്ല, സൈഡിൽ. ഓക്കെ, അതിനുശേഷം നമ്മളിത് ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ അത് നേരെയായി. എന്നിട്ട് അതിനെ ഉള്ളോട്ട് ആക്കി കൊടുക്കുക. ഓക്കെ, വേണമെങ്കിൽ അവിടെ ഒരു പതിഞ്ഞടി നമുക്ക് പതിഞ്ഞടി കൊടുക്കാം. ഓക്കെ, ചിലരത് ചെയ്യാറുണ്ട്, അവിടെ ഒരു സ്റ്റിച്ച് കൂടെ, അതായത് നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി സ്റ്റിച്ച്. ഇനി നമ്മൾ ചെയ്യേണ്ട ആ മെറ്റൽ കണ്ടല്ലോ, മെറ്റൽ കാണിക്കണുണ്ടല്ലോ, ആ മെറ്റലിൻ്റെ താഴെ, അതായത് ലോക്കാണ്, ആ ചെറിയ മെറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കാണ് കണ്ടോ. ആ ലോക്കിൻ്റെ താഴത്തേക്ക് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഓക്കെ, ആ ലോക്കിൻ്റെ താഴെ, അത് ലോക്കാണ്, ആ ലോക്കിൻ്റെ താഴെ വരെ. എന്നിട്ട് പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ ആ സിപ്പിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇതേപോലെ കണ്ടോ, ഇതേപോലെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ആ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക.
നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. അയ്യോ ഇത് ആദ്യമേ ഷേപ്പ് കൊടുക്കണമെന്ന് ഒരു കുഴപ്പമില്ല. ആദ്യം തന്നെ ഷേപ്പ് കൊടുക്കുക. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ്. നമുക്ക് നന്നായിട്ട് സിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടോ അവിടെ ആ അറ്റം മടക്കി കൊടുക്കുക. ഈ അറ്റത്തെ സിപ്പിൻ്റെ താഴത്തെ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുമല്ലോ, ലോക്കിൻ്റെ തൊട്ട് താഴെ, അവിടെ നമ്മൾ മടക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൽ സ്റ്റിച്ച് വരും. അതിൽ സ്റ്റിച്ച് വരാൻ പാടില്ല. കാരണം നമ്മൾ ഇപ്പുറത്തെ പീസ് അതിൽ വെച്ചാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ സ്റ്റിച്ച് വരാൻ പാടില്ല കേട്ടോ. ഇതേ കണ്ട, അതിൽ സ്റ്റിച്ച് വന്നിട്ടില്ല. നമ്മൾ അങ്ങനെ മടക്കി വെച്ചത് കൊണ്ടാണ് അതിൽ സ്റ്റിച്ച് വരാത്തത്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ആ ലോക്കിൻ്റെ താഴെ വേണം ഈ ഷേപ്പ് വരച്ചു കൊടുക്കാൻ കേട്ടോ. ഇതൊക്കെ പോയിന്റ് നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. സ്റ്റിച്ച് നമ്മൾ ആ ഷേപ്പ് കൊടുക്കുന്നത് ലോക്കിൻ്റെ താഴെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പീസ് എടുത്ത് ഫോൾഡ് വശം അപ്പുറത്തെ സൈഡിലേക്ക്, അതായത് റൈറ്റ് സൈഡിലേക്ക് ഇരിക്കുക. ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ആണ്. ആ ഓപ്പൺ ഇരിക്കുന്ന വശത്ത് ഓപ്പൺ ഉണ്ട്. ആ ഓപ്പൺ ഇരിക്കുന്ന സൈഡിലാണ് സിപ്പ് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് സിപ്പ് അടിച്ചു കൊടുക്കുക. സിപ്പ് നമ്മൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആ റൈറ്റ് സൈഡിൽ എവിടെ നിന്നാണോ സിപ്പ് അടിച്ച് തുടങ്ങിയത് അവിടുന്ന് മാത്രമേ ഇതിലും സിപ്പ് അടിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഫോൾഡ് വശം റൈറ്റിലേക്ക് ഇരിക്കും, സിപ്പ് എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന വശത്തോടാണ് നമ്മൾ സിപ്പ് അടിച്ചു കൊടുക്കേണ്ടത്. കേട്ടല്ലോ? അത് നമ്മുടെ മെമ്മറിയിൽ വേണം. ഇത്രയൊക്കെ ഓർത്താൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. ഫോൾഡ് റൈറ്റ് സൈഡിലേക്ക് വരും. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്ത്, അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ അല്ല, എന്നാലും അവിടെ നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം കാണുമല്ലോ, അവിടാണ് നമ്മൾ ഈ സിപ്പ് അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, അറ്റത്തിട്ട് കേട്ടോ. അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുക ഇത് കറക്റ്റാണോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആ മുകളിൽ അധികം വരുന്ന പീസ് നമ്മുടെ ആ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന അതേ സെയിം വേയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഈ തുണി ഇരിക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ അത് കട്ട് ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഈ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് എക്സ്പേർട്ട് ആളുകളെന്ന് വെച്ചാൽ അവർക്ക് അറിയാം എങ്ങനെ തയ്ക്കണം. നമുക്ക് ബിഗിനേഴ്സിനും സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ ഇതുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ തുണി നേരിയതായിട്ട് മടക്കി നമ്മൾ സിപ്പിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുക. നേരിയതായിട്ട് ചെറുതായിട്ട് മടക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മടക്കിയിട്ട് ഇതുപോലെ വെച്ച് നിങ്ങൾ ചെയ്യുക, അടിക്കുക. ഈ അടിപ്പ് വന്ന് നിൽക്കുന്നത് നമ്മൾ എവിടാണോ സിപ്പ് അടിച്ച് നിർത്തിയത് അവിടെ വരെ. ഇത് ഓവറായിട്ടൊന്നും നിങ്ങൾ അടിക്കാൻ പാടില്ല കേട്ടോ. ഓവറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രോച്ച് കൂട്ടുമ്പോൾ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇത് വളരെ ലൈറ്റ്, അതായത് നേരിയതായിട്ട് മടക്കി നമ്മൾ എവിടാണോ സിപ്പ് അടിച്ച് പോയത് അവിടെ തന്നെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക കേട്ടോ. അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. അതിനുശേഷം നിങ്ങൾ നോക്കൂ, കണ്ടോ? ഇതിങ്ങനെ നോക്കുക, കണ്ടോ? ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇതെങ്ങനെ ഇരിക്കും, കണ്ടില്ലേ? എന്നിട്ട് നമ്മൾ ബാക്ക് ഈ ക്രോച്ചിൻ്റെ ആ സൈഡ് അറ്റം എടുത്ത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് അടിച്ചു കൊടുക്കുക. അഥവാ നിങ്ങൾക്കിത് അടിക്കാൻ ചുളിവ് വരരുത്. ഇത് നിങ്ങൾക്ക് അടിക്കാൻ അവിടം വരെ അടിക്കാൻ പറ്റിയില്ല എങ്കിൽ ഇത് നിങ്ങൾ ചെയ്യണ്ട. പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ചൊന്ന് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. ചുളിവ് വരുമെങ്കിൽ അങ്ങനെ പുറത്ത് വെച്ചൊന്ന് മടക്കി അടിച്ചു കൊടുത്താലും മതി. ഓക്കെ, ഇപ്പം ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ഒരു പോയിന്റ്, അതായത് നമ്മുടെ ആ മെറ്റാലിക് ലോക്ക് ഉണ്ടല്ലോ, ആ ലോക്കിൻ്റെ ആ പോയിന്റിൻ്റെ തൊട്ടുമുകളിൽ സൈഡായിട്ട് കണ്ടോ, സൈഡിൽ നമ്മൾ ഇനി സ്റ്റിച്ച് കൊടുത്ത് പോകാൻ പോവാണ് കേട്ടോ. തൊട്ടുമുകളിലായിട്ട് സൈഡിൽ കെട്ടിട്ട് സ്റ്റിച്ച് ഇടുക. ഓക്കെ, കെട്ടിട്ടിട്ട് സ്റ്റിച്ച് താഴേക്ക് കൊടുക്കുക. വേണമെങ്കിൽ നമ്മുടെ ആ ഷേപ്പിൽ നിന്ന് തന്നെ ആ ഷേപ്പിൻ്റെ അവിടെ ഒരു ലോക്ക് കൊടുക്കണം. നമ്മളവിടെ ലോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ലോക്ക് എടുക്കുക. എന്നിട്ട് നേരെ താഴേക്ക് അടിക്കുക. നിങ്ങൾ ഇങ്ങനെ അടിച്ചാലും മതി, അതായത് ഒന്നിൻ്റെ പുറത്ത് ഒന്ന് വെച്ച് താഴെ ക്രോച്ച് അങ്ങോട്ട് കൂട്ടിയാലും മതി. താഴെ നിങ്ങൾക്ക് പിടിക്കുമ്പോൾ പ്രശ്നമാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ലോക്കും ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടും, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതിനെങ്ങും ഒരു കംപ്ലൈൻറ്റ് വരാതെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. സിപ്പൊക്കെ കട്ട് ചെയ്ത് കളയുക. ഈ ബാക്ക് വശം കണ്ടോ, ബാക്ക് ഇങ്ങനെ ഇരിക്കണം കണ്ടോ, ഇങ്ങനെ നല്ല കറക്റ്റായിട്ട്. അത് ഞാൻ ചെയ്തതിൻ്റെ 1/2 ഇഞ്ച് ഇറങ്ങിപ്പോയതിൻ്റെയാണ് അങ്ങനെ വന്നത്. നല്ല കറക്റ്റ് സെയിം ആയിട്ടേ വരുള്ളായിരുന്നു. ഓക്കെ, ഇവിടെ അടിച്ചതും എല്ലാം കൃത്യമായിട്ടിരിക്കണം. ഇങ്ങനെയാണ്
ബിഗിനേഴ്സിനും സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ. താങ്ക് യു.